അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ നമുക്ക് പരിപാടി തന്നെ ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തു. ഇന്ന മിൻ ഇജ്ലാലില്ലാഹി തആല ഇക്റാമ ദിശ്ശൈബ. നിശ്ചയമായിട്ടും അള്ളാഹുടെ ബഹുമാനിക്കലിൽ പെട്ടതായിരിക്കും ബേസന്മാരത് ഹിര്യങ്ങളെ ബഹുമാനിക്കരുത്. അള്ളാഹുടെ ബഹുമാനിക്കലിൽ പെട്ടതായിരിക്കും ഹിര്യങ്ങളെ ഞങ്ങൾ ബഹുമാനിക്കണം. അപ്പൊ ഞങ്ങൾക്കാണ് ഹിര്യങ്ങ ബേസന്മാർ ഔത്തലിക്കുവാർ റായത്തിലിക്കുവാർ ഒരു മൊഹല്ലത്തിൽ ചെമ്മ ഹിര്യങ്ങ ആൾമാരിക്കാർ അങ്ങനെല്ലാം ഞങ്ങൾ ബഹുമാനിക്കണം. അങ്ങനെ ഞങ്ങൾ അനുസരിക്കണം. ഞങ്ങൾക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് ഞങ്ങൾ കൊടുക്കണം. അത് വാസ്തവത്തിൽ അള്ളാഹുടെ ബഹുമാനിച്ചതുപോലെ ആയിരിക്കണം. അതിലൊരു ഭാഗമായിട്ടിരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലും. അപ്പോ ഹിര്യങ്ങ എപ്പോഴും നാളെ റായത്തിന് വേണം, നാളെ ഔത്തിന് വേണം. അൽ ബറക്കത്തു മാ അകാബിരിക്കും. ബർക്കത്ത് ചിലത് നിങ്ങൾ ഹിര്യങ്ങളോട് കൂടി ആയിട്ടിരിക്കരുത്. നാളെ ഔത്തിലൊരു വയസ്സായ ഒരാള് ബാപ്പമാ അല്ലെങ്കിൽ ബാപ്പയുടെ ബാപ്പമാ ആരെങ്കിലും അല്ലെങ്കിൽ ഹജ്ജിമാർ ഇങ്ങനെ ഹിര്യങ്ങായിട്ടിരിക്കാറ് അങ്ങോട്ട് കൂടെ ആയിരിക്കും ബർക്കത്ത്. അങ്ങ് മരിച്ചു പോയെങ്കിൽ അങ്ങ് മൗത്തായെങ്കിൽ നാളെ ഔത്തിൽ നിന്നിട്ട് ബർക്കത്ത് നീക്കപ്പെട്ടത് അങ്ങോട്ട് കൂടെ ബർക്കത്ത് പറഞ്ഞു പോയിട്ട് പിന്നെ അതുകൊണ്ടു അങ്ങനെ ഇക്കോ തോന്നു ഇക്കോ നമുക്ക് കൊന്താവില്ല. പക്ഷെ അങ്ങ് നഷ്ടപ്പെടുമ്പോഴായിരിക്കരുത് ബർക്കത്തെല്ലാം പറഞ്ഞത് നമുക്ക് അനുഭവം ആവുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അത് പരിപാടി തന്നെ. എന്ന് മാത്രമല്ല ഹിര്യങ്ങളെ ഞങ്ങൾ ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ബഹുമാനിക്കുകയോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളാണ്ട് ഹിര്യങ്ങോ മനസ്സ് കൊടുക്കടാണ്. നോക്കൂ, മൻ അക്രമ ദാ ശൈബത്തിൻ സഖറല്ലാഹു ലഹു മൻ യുക്രിമുഹു ഇൻദ ശൈബ. ഒരാള് അയാളുടെ സ്വഭാവത്തിൽപ്പെട്ടതായിരിക്കും അയാൾ എപ്പോഴും ഹിര്യങ്ങളെ ബഹുമാനിക്കുക എങ്കിൽ അയാളുടെ ബഹുമാനിക്കൂ അയാൾ പിന്നെ പണ്ടത് ആ ജനറേഷൻ റെഡി ആവുള്ളൂ. ഒരാൾക്ക് ബലിയങ്ങളെ തലം താഴ്ത്തുന്നതും അവരെ എതിർമുണ്ടതും അങ്ങനെ നിസ്സാരപ്പെടുത്തുന്ന ഒരാളും അയാളൊരു സ്വഭാവമായെങ്കിൽ അയാളെ പിന്നെ അയാളുടെ നിസ്സാറാക്കൂ, അയാളെ കളിയാക്കൂ. വേറെ ജനറേഷൻ ഇന്നൊരു ജനറേഷൻ റെഡി ആവണം. അതുകൊണ്ട് എപ്പോഴും ബഹുമാനിക്കണം. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു നിയോഗ ഉമർ റളിയല്ലാഹുവിന്റെ ഭേട്ടിയാകും വന്നപ്പോ അതിൽ ഒരാൾ ബാലക്കാരെ എണിച്ചിട്ട് വിഷയം ഇങ്ങനെ ചൊല്ലുമ്പോ ഉമർ റളിയല്ലാഹു നീ ദൈ വലിയങ്ങ ചെല്ലട്ട് ഹിരിയ ആൾ വളർത്ത വരട്ട് ശബ്ദം. അപ്പൊ അങ്ങനെ ആയിട്ടിരിക്കുന്നത് നാളെ പൂർവികന്മാരെല്ലാം അങ്ങ് വെയ്യങ്ക് ಅಥವಾ ಹಿರಿಯಂಕೆಲ್ಲ വലിയ ബഹുമാനം കൊടുത്തോണ്ടിരുന്നാൽ ആ ഒരു ബഹുമാനം എപ്പോഴും നമ്മൾ കൊടുക്കണം. ആ റെസ്പെക്ട് കൊടുക്കണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടിയ ഒരു കാര്യമായിരിക്കണം. അള്ളാഹു നാളെ ഹിരിയങ്കെല്ലാം നല്ല ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കട്ടെ. മരണപ്പെട്ടെങ്കിൽ അള്ളാഹു അങ്ങ് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും.